വിനോദിനിയെ ആരും മറക്കാൻ സാധ്യതയില്ലല്ലോ. ലോകമാതൃക എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ ജീവിക്കുന്ന ഒരു ഇരയാണ് പാലക്കാട്ടുകാരിയായ വിനോദിനി എന്ന ഈ 9 വയസ്സുകാരി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ വലതു കൈപ്പത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം മുറിച്ചു മാറ്റേണ്ടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ കുട്ടിയുടെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റുമ്പോൾ ഈ കൈപ്പത്തി വീണ്ടും വളരില്ലേ എന്ന് അമ്മയോട് നിഷ്കളങ്കമായി ചോദിക്കുന്ന ഈ കുട്ടിയോട് നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ളത്? സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഒറ്റമുറി വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനോദിനിക്ക് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെയുള്ള പാവങ്ങളെ മൃഗങ്ങളുടെ പരിഗണന പോലും നൽകാതെ ആജീവനാന്ത അംഗവൈകല്യത്തിലേക്ക് തള്ളിവിടുന്നവരെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിനോദിനി വീണ് കൈക്ക് പരിക്ക് പറ്റുന്നു. അന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടുന്ന് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കയ്യിൽ 2 പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി പ്ലാസ്റ്റർ ഇട്ടു കുട്ടിയെ രക്ഷിതാക്കളോടൊപ്പം വീട്ടിലേക്ക് മടക്കി അയക്കുന്നു. പിറ്റേ ദിവസം തന്നെ കുട്ടിക്ക് അസഹനീയമാം വിധം വേദനയുണ്ടെന്ന് പറഞ്ഞു ആശുപത്രിയിലേക്ക് വരുന്നു. പക്ഷേ കാര്യമായ ചികിത്സയൊന്നും നൽകാതെ ഡോക്ടർമാർ വേദനാ സംഹാരി മാത്രം നൽകിക്കൊണ്ട് 5 ദിവസം കഴിഞ്ഞു വരാൻ വീണ്ടും പറയുന്നു. അങ്ങനെ സെപ്റ്റംബർ 30-ന് കുട്ടി വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോൾ കൈയുടെ അവസ്ഥ അഴുകി ചീഞ്ഞ് രക്തയോട്ടം നിന്ന അവസ്ഥയിലായിരുന്നു. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വിനോദിനിയുടെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റി. വലതു കൈയിൽ മുറിവുണ്ടായിട്ട് അതിന് ചികിത്സിക്കാതെയും പൊട്ടലുണ്ടായതിന് സർജറി ചെയ്യാതെയും പ്ലാസ്റ്റർ മാത്രം ഇട്ടതിനാലാണ് ഈ അവസ്ഥ സംഭവിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് DMO നടത്തിയ അന്വേഷണത്തിൽ കോളേജിന്റെയും ഡോക്ടർമാരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഇങ്ങനെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്.